വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ ഒരു താങ്ക് യു പറഞ്ഞൊരു വീഡിയോ തുടങ്ങാം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട MLTനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒത്തിരി സപ്പോർട്ട് കിട്ടി എനിക്ക്. കാരണം ഞാൻ ഇട്ടൊരു വീഡിയോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നറിയുമ്പം ഭയങ്കര സന്തോഷം. ഞാൻ MLT പഠിച്ചെന്ന ഒരു രീതിയിൽ ഞാൻ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് തന്നെയാണ് ഇട്ടത്. എന്തായാലും അതായതിൽ സന്തോഷം. പിന്നെ ഒത്തിരി പേര് എന്നോട് ഡൗട്ടായിട്ട് ഇങ്ങനെ കമൻറ്റിൽ ചേച്ചി നല്ലതായിരിക്കുമോ, ടഫായിരിക്കുമോ, ഈസി ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ. അതായത് MLT എടുത്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമോ, എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, മുന്നോട്ടേക്ക് പഠിക്കാൻ പറ്റുമോ, റിസർച്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിരിക്കും ഇതും. അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഇല്ലേ, ഓൾ എബൌട്ട് MLT എന്ന് പറഞ്ഞൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. ശരി, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് പോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് 4th ഇയർ വരെയുള്ള ടൈം ഡ്യൂറേഷനിൽ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ജോലി പോലെയല്ല, നമ്മളെ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിടും. കാരണം നമ്മളിപ്പോൾ കോളേജിൽ നമ്മൾ ടെസ്റ്റുകളൊന്ന് ചെയ്യാന്ന് വെച്ചിട്ട് മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ. അതിലിപ്പോൾ ബ്ലഡ് എടുക്കും, യൂറിൻ എടുക്കും, നമ്മുടെ പിള്ളേരുടെ സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഏജിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം നോർമലായിരിക്കും. അപ്പോൾ നമുക്ക് നോർമൽ വാല്യൂവിലൊക്കെ ഉള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലേ ആ പേഷ്യൻ്റ് കെയറും സാമ്പിൾസും എല്ലാം നമുക്ക് ഒന്ന് പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റിങ്ങിന് വിടുന്നത്. അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മളെ 1-2 മാസത്തേക്ക് വിടും. സെക്കൻഡ് ഇയർ തൊട്ടാണ് പോകുന്നത് കേട്ടോ, ഫസ്റ്റ് ഇയറിലില്ല. ഫസ്റ്റ് ഇയർ നമ്മൾ ബേസിക് സാധനങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുക്കേണ്ടി വരും, നമ്മുടെ ലാബിലെ മെഷീൻസ് കാണും. നമ്മുടെ കോളേജിലൊന്നും അത്ര നല്ല എക്യുപ്ഡ് ആയിട്ടുള്ളൊരു മെഷീൻസ് ഒന്നും വെക്കില്ല. കാരണം അത്രയല്ല, നമുക്ക് പഠിക്കേണ്ട ആവശ്യത്തിനുള്ള മെഷീൻസൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവത്തുള്ളൂ, നമ്മൾ അങ്ങനെ കോണ്ടാക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റിങ്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ഞാൻ ഞങ്ങളുടെ കോളേജിൻ്റെ തന്നെ ഹോസ്പിറ്റലാണ്, AKG ഹോസ്പിറ്റൽ കണ്ണൂർ, അവിടെ പോയി. ദെൻ തേർഡ് ഇയർ നമുക്ക് രണ്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു പോസ്റ്റിങ് മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി. അവിടെ പോയപ്പോഴാണ് നമ്മുടെ ലൈഫൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ അമ്മ അവിടെ ഫുള്ള് എനിക്ക് പറയാൻ വരെ ഞാൻ ഒരു മാസം മരവിച്ച പോലെയായിരുന്നു. അവിടെയൊക്കെ പോകാമെന്ന് വെച്ചാൽ നല്ല മനക്കെട്ടിയൊക്കെ വേണം, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ അവിടെ അത്രത്തോളം സാമ്പിൾസ് ഉണ്ട്, വലിയ 1.5 കോടി 2 കോടിയുടെ മെഷീൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ്. അവിടെ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പോയത് കോഴിക്കോട് ഇക്ര എന്നുള്ള ഹോസ്പിറ്റൽ. പിന്നെ 4th ഇയറിൽ ഞാൻ AKG തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് 4 പോസ്റ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം അറിവുകൾ എടുക്കുക. അതായത് മെഷീൻസിനെ പറ്റി പഠിക്കുക, സാമ്പിൾസിനെ പറ്റി പഠിക്കുക. ഒരു സാമ്പിൾ കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയായിരിക്കും പേഷ്യൻ്റ് കമ്പ്യൂട്ടറിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പേഷ്യൻ്റ് റിസൾട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ നോക്കണം, തെറ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ആ റിസൾട്ട് കൊടുക്കുന്നതിന് മുന്നേ അത് കറക്റ്റാണോ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. കാരണം കോളേജിൽ നമുക്ക് അത്രത്തോളം അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കോളേജിൽ പഠിക്കുന്നത്. ഒരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുറത്ത് പോയിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റിങ്. 4 വർഷത്തിനിടയ്ക്ക് 3-4 പോസ്റ്റിങ് എന്തായാലും കിട്ടും. പിന്നെ ഒരു കാര്യമാണ് ഇൻറ്റേൺഷിപ്പ്. കുറച്ച് ആൾ എന്നോട് ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. MLTക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ജോലിക്ക് കയറുകയാണ്. അത് ചിലപ്പോൾ ട്രെയിനി ആയിട്ട് കയറേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫായിട്ട് തന്നെ എടുക്കും. പിന്നെ അപ്പോൾ ഇത്രയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇനി നമുക്ക് യഥാർത്ഥ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് MLTക്ക് ശേഷം എന്തൊക്കെ ചെയ്യണം. BSc MLTക്ക് ശേഷം നമുക്ക് എടുക്കുന്ന നെക്സ്റ്റ് ഓപ്ഷനാണ് MSc MLT, മാസ്റ്റേഴ്സ് ഇൻ MLT. അപ്പോൾ MSc MLT എടുക്കുന്നത് ഏറ്റവും നല്ല ഓപ്ഷനായിരിക്കും. ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് MSc ചെയ്തതിന് ശേഷമായിരിക്കും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. കാരണം MSc എടുത്ത് നമുക്ക് കോളേജിൽ പഠിപ്പിക്കാം. മെയിൻ കാര്യം നല്ല നമ്മുടെ ലൈഫ് സെറ്റിലായ രീതിയിൽ തന്നെ നമുക്ക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം. MSc എടുക്കുകയാണെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാൻ കയറാം, ലാബിൻ്റെ ഹെഡ് ആവാം. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് MSc ചെയ്യുകയാണെങ്കിൽ. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ
എൻ്റെ എൻ്റെ ആഗ്രഹം MSc ചെയ്യണം എന്നാണ്. ഞാനിങ്ങനെ അഡ്മിഷനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ MSc എവിടെയൊക്കെ ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സീറ്റ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സീറ്റ് ആകെപ്പാടെ 10 ഉള്ളൂ. ആ 10 കയറണമെങ്കിലും എൻട്രൻസ് എക്സാം എഴുതണം. എൻട്രൻസ് എഴുതാണ്ട് കയറാൻ പറ്റത്തില്ല. ആകെപ്പാടെ കേരളത്തിൽ 10 സീറ്റുള്ളൂ, കുഹാസിലെ, ഗവൺമെൻറ് കുഹാസിൽ. അപ്പോൾ അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ 15,000 രൂപ ഇങ്ങോട്ട് കിട്ടും. അവിടെ കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ടഫായിരിക്കും. നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ ട്രൈ ചെയ്ത് ഒരു 1 ഇയറൊക്കെ ട്യൂഷന് പോയി അങ്ങനെ പഠിച്ച് എഴുതി കിട്ടിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയും ബുദ്ധിയുള്ള കുട്ടികൾക്ക്, അല്ലാണ്ട് സാധാരണ കുട്ടികൾക്ക് എഴുതി കിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ കിട്ടണമെങ്കിൽ കുറച്ച് തല വേണം. MSc ചെയ്യുമ്പോഴേ, MScയുടെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് വരുന്നത് ട്രിവാൻഡ്രത്താണ്. പിന്നെ വരുന്നത് പ്രൈവറ്റ് കോളേജ് വരുന്നത് എന്താ വെച്ചാൽ, ഒന്ന് അമൃത സ്കൂൾ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കൊച്ചിയിലുള്ള അമൃത വിദ്യാലയം അവിടെയും, പിന്നെ വിംസ് കോഴിക്കോട് സ്ഥലത്തിൻ്റെ പേര് കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിംസ്. ഇതാണ് കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന സീറ്റുകൾ, MSc ചെയ്യാനുള്ള സീറ്റുകൾ. മൊത്തത്തിൽ 10-15 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അവിടെ കിട്ടാമെന്ന് വെച്ചാൽ കുറച്ച് ടഫാണ്. പിന്നെ ഇത് ഞാൻ കേരളത്തിലെ കോളേജാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ തന്നെ പിച്ച്മർ ഉണ്ട്, ഛത്തീസ്ഗഡിലാകുന്നു കോളേജ് വരുന്നത്. പിന്നെ ജിപ്മർ പോണ്ടിച്ചേരിയിൽ, പിന്നെ എയിംസ് ഉണ്ട് ഡൽഹിയിൽ. പിന്നെ ഇനി ഇത്രയും നല്ല ടോപ്പ് MSc കോളേജുകളാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂരുണ്ട്, തമിഴ്നാട്ടിലൊക്കെ കുറച്ച് കോളേജസ് ഉണ്ട്. അവിടെയെല്ലാം MSc ചെയ്യാം. അപ്പോൾ MScയുടെ കാര്യം ഇതാണ്. MSc എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്, ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. MSc ചെയ്തിട്ടൊക്കെ അബ്രോഡ് പോവുകയാണെങ്കിൽ പിന്നെ നല്ല നല്ല ഹൈ ലെവൽ സാലറിയോടെ തന്നെ നമുക്ക് എന്തായാലും ജോലി കിട്ടും. പിന്നെ ഇനി അബ്രോഡിലേക്ക് പോകാനാണ് പ്ലാൻ. അതായത് നിങ്ങൾക്ക് എനിക്ക് കേരളത്തിലൊന്നും നോക്കണ്ട, എനിക്ക് പുറത്ത് സെറ്റിൽഡ് ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് അവിടെ 2 ഇയർ എക്സ്പീരിയൻസ് ആക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമേ നമുക്ക് അബ്രോഡിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പഠിച്ചിറങ്ങി പാട് നിങ്ങൾ ടൈം കളയാണ്ട് ഏതെങ്കിലും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ കയറുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ അറബ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ DHA അല്ലെങ്കിൽ MOH എന്ന് പറഞ്ഞ എക്സാംസ് എഴുതേണ്ടി വരും. അപ്പോൾ ആ എക്സാം എഴുതി പാസ്സായിട്ട് വേണം നമ്മൾ ഈ അറബ് രാജ്യങ്ങളിലൊക്കെ പോകാൻ. അല്ലെങ്കിൽ സൗദി, UAE അങ്ങനത്തെ സ്ഥലം, UAE ഒക്കെ ഇല്ലേ, അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ എക്സാം എഴുതണം. അപ്പോൾ 2 ഇയർ എക്സ്പീരിയൻസ് ആക്കുക, ദെൻ എക്സാം എഴുതാം, കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇനി നിങ്ങൾക്ക് UK പോലത്തുള്ള സ്ഥലത്തേക്ക്, കാനഡ അങ്ങനത്തെ ഉള്ള സ്ഥലത്തേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതിന് ശേഷം 2 ഇയർ എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം IELTS എഴുതുക. നമ്മുടെ ഈ നഴ്സിംഗ് കറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ IELTS എഴുതിയിട്ട് വിടുക. അവിടെയൊക്കെ എന്തായാലും നല്ല സാലറി ഉണ്ടാവും കേട്ടോ. പുറത്ത് നമ്മുടെ കേരളത്തെ പോലെയല്ല, എന്തായാലും നല്ല സാലറി ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ MScയുടെ കാര്യം പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് MLT എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ജോലികളെന്ന് ഞാനിത് പറഞ്ഞുതരാം. MSc എടുക്കുന്ന കാര്യം, MSc എടുത്തതിന് ശേഷം PhD ഉണ്ട്, ഡോക്ടറേറ്റ്. MScക്ക് വരുന്നത് പിന്നെ 2 വർഷമായിരിക്കും MSc വരുന്നത്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ബേസിക് സബ്ജക്റ്റ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ എല്ലാ കുട്ടികളും ഒരേ സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുക. ഫസ്റ്റ് MScയുടെ ബയോകെമിസ്ട്രി ഉണ്ടാവും, മൈക്രോബയോളജി ഉണ്ടാവും, പിന്നെ പത്തോളജി ഉണ്ടാവും. അപ്പോൾ ഈ 3 സബ്ജക്റ്റും ഫസ്റ്റ് ഇയറിൽ ബേസിക്കായിട്ട് നമ്മൾ പഠിക്കും. BScനെക്കാട്ടും കുറച്ചുകൂടി ഹൈ ലെവലായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഇയറിലാണ് നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നത്. അതായത് എനിക്കിപ്പം കുഹാസിലെ MSc MLT എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഏതിനാണോ മാർക്ക് കൂടുതൽ, ദെൻ സെക്കൻഡ് ഇയറിൽ നമ്മൾ അതിലായിരിക്കും സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കേരളത്തിന് പുറത്ത് ഉള്ള കോളേജുകളാണെങ്കിൽ എനിക്കൊന്നും അഡ്മിഷൻ എടുക്കുമ്പോഴേ ചോദിക്കുന്നു എനിക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത്. എനിക്കിപ്പോൾ ബയോകെമിസ്ട്രി ആണെങ്കിൽ ഞാൻ ആദ്യം പറയണേ എനിക്ക് ബയോകെമിസ്ട്രി മതി എന്ന് പറയുകയാണെങ്കിൽ അവരവിടെ സീറ്റ് ഉറപ്പിച്ച് വെക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ MScയുടെ കാര്യം പറഞ്ഞു. ഇനി ജോലി സാധ്യതകളല്ലേ. ഓക്കെ, ഞാൻ പഠിച്ച് ഇറങ്ങിയ പാടും എവിടെയെങ്കിലും ജോലി കയറാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു സമയം വെറുതെ കളയണ്ട. MSc ആകെ കുറച്ച് സീറ്റുള്ളൂ കേരളത്തിൽ കിട്ടണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ നല്ല ക്യാഷ് കൊടുത്ത് പഠിക്കണമല്ലോ. അപ്പോൾ എന്നെ ഇത്രയും വർഷം ഞാൻ പൈസ കൊടുത്താൽ പഠിച്ചത്, അപ്പോൾ വീണ്ടും പൈസ കൊടുത്ത് പഠിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ വേണോ വേണ്ടോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട ഇപ്പോൾ എടുക്കണ്ട,
കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കുറച്ച് ക്യാഷൊക്കെ ആവുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയ ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ട്യൂട്ടർ പോസ്റ്റ്. അതായത് നമുക്ക് ഡിപ്ലോമ BSc ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമക്കാരെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു ബേസിക് സാലറി ആയിട്ടുള്ളൊരു 15 to 20, 25 കിട്ടും. നമ്മളിപ്പോൾ ഫ്രഷറായിട്ട് കയറുന്നെങ്കിൽ തന്നെ നമുക്ക് ഒരു 18, 20 എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാലം ട്യൂട്ടറായിട്ട് നിന്നാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ബുക്കുമായിട്ടൊരു കോൺടാക്റ്റ് വരുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ MScയുടെ എൻട്രൻസ് എഴുതിയിട്ട് MSc പഠിക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ പിന്നെ ആ ട്യൂട്ടർ പോസ്റ്റ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അത് ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ലതാണ്, നമുക്ക് പറയുമ്പോൾ നമ്മൾ നല്ല ടീച്ചറാണ്, ലെക്ചറാണ്, ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സാധാരണ ലാബിൽ നമുക്ക് ചെയ്യാം, ജോലിക്ക് കയറാം. ചില ഹോസ്പിറ്റലുകാർ പറയും നിങ്ങളൊരു 6 മാസം ട്രെയിനി ആയിട്ട് നിൽക്കണം, അതിനുശേഷം നിങ്ങളെ സ്റ്റാഫാക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ട്രെയിനിയോ, ഞാൻ 4 വർഷം പഠിച്ചിട്ട് ട്രെയിനിയോ ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നമുക്ക് ലാബുമായിട്ട് അത്ര കോണ്ടാക്റ്റ് വരത്തില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കുറച്ച് ഒരു 1-2 മാസത്തേക്കല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ഒരു ലാബിലേക്ക് കയറി പോകുമ്പോൾ നമുക്കൊന്നും അറിയില്ല, നമ്മൾ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 6 മാസം നിന്ന് അവരുടെ കീഴിൽ നിന്ന് പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റാഫാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം നമുക്കൊന്നും അറിയില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ പോസ്റ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പരമാവധി പഠിക്കുക, എന്തൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യുന്നത് എല്ലാം നോക്കി കണ്ടുപിടിച്ച് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ 6 മാസമൊക്കെ എന്തായാലും ട്രെയിനിയായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ചില ലാബിൽ, പ്രൈവറ്റ് ആയിട്ടുള്ള ലാബിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഒരു 3000 രൂപയൊക്കെ ചിലപ്പം കൊടുക്കേണ്ടി വരും. ചിലവർ ഇങ്ങോട്ട് വണ്ടിക്കൂലി മാത്രം തരുന്നവരുണ്ടാവും. ചിലത് നമുക്ക് ബേസിക്കായിട്ട് തന്നെ ഒരു 10,000 അല്ലെങ്കിൽ 15,000, 20,000, 18,000 ആ സാലറി തരുന്നവരുണ്ടാവും. അത് നമുക്ക് കമ്പൾസറി ആയിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഇന്ന സാലറി വേണം, നമുക്ക് ആദ്യമേ അങ്ങോട്ട് ചാടിക്കറി പറയാൻ പറ്റത്തില്ല. അപ്പോൾ ട്രെയിനി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു 6-7 മാസത്തേക്കല്ലേ. അതിനുശേഷം നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ബേസിക് സാലറി ആയിട്ടുള്ളൊരു 21,000 ഒക്കെ എന്തായാലും ഉറപ്പായിട്ട് കിട്ടും കുറച്ച് കാലത്തേക്ക്. അതിനുശേഷം എന്തായാലും അത് കൂടി വരും. അപ്പോൾ ആദ്യം സാലറി കുറഞ്ഞു എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 6-7 മാസം എന്തായാലും ട്രെയിനിങ് ആയിട്ട് കയറണമെന്ന് പറയുന്ന ലാബിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ സാധാരണ നിങ്ങൾ സ്റ്റാഫായിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയാം. അല്ലാണ്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ട്രെയിനിയായിട്ട് നിന്നോട്ടെ, അങ്ങോട്ട് പോയി അങ്ങനെ ചോദിക്കരുത്. അവർ ട്രെയിനിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനിയായിട്ട് നിന്നതിന് ശേഷം സ്റ്റാഫായിട്ട് മാറുക. ഓക്കെ. പിന്നെ ഓപ്ഷൻസ് PSc, നമ്മുടെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള PSc എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ വേറൊരു ഭാഗ്യം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ജനറൽ PSc അല്ല, അതായത് നമുക്ക് ബാക്കിയുള്ളവരെ പോലെയുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പഠിക്കുന്നത് എന്താണോ അതിൻ്റെ എക്സാം മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ പാട് PScക്ക് രജിസ്റ്റർ ചെയ്യുക. ഒരു കോച്ചിങ് ക്ലാസ്സിൽ എന്തെങ്കിലും കൂടിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കിട്ടുന്ന എക്സാമിൽ രജിസ്റ്റർ ചെയ്തിട്ട് എഴുതുക. PSc എഴുതുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജുകളൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് പോലും ഇല്ലാണ്ട് കയറുമ്പോൾ 22,000 ആണെന്ന് തോന്നുന്നു എനിക്ക് തുടക്കത്തിലുള്ളത്. പിന്നെ അതുപോലെ ഞാൻ വേറൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കണ്ടായിരുന്നു കേട്ടോ, താലൂക്ക് ആശുപത്രിയിൽ. അപ്പോൾ അതിൽ സാലറി പറയുന്നത് 38,800. ഗ്രേഡ് 2 ലാബ് ടെക്നോളജിസ്റ്റിന് 38,800. സ്റ്റാർട്ടിങ് അത്രയൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ അല്ലേ. അതിനുശേഷം ഗവൺമെൻറ് ജോലിക്ക് അറിയില്ല, ഇൻക്രിമെൻറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പൈസ കൂടും. അപ്പോൾ PSc നല്ലൊരു ഓപ്ഷനാണ്, കൈവിടണ്ട, എഴുതുക. പിന്നെ പുറത്തു പോവാം. ഞാൻ പറഞ്ഞു 2 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തു പോവാം, ട്യൂട്ടറായിട്ട് നിൽക്കാം. ട്യൂട്ടറായിട്ട് നിൽക്കാന്ന് വെച്ചാൽ അത്ര സാലറി ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒരു കൂടിപ്പോയി 25-28 മാക്സിമം അത്രേ സാലറി ഉണ്ടാവുള്ളൂ. കാരണം ഡിപ്ലോമേന് അല്ലേ 2 വർഷത്തെ അവരെ പഠിപ്പിക്കാൻ അവരുടെ ലാബിലെ കാര്യങ്ങൾ നോക്കാനേ ഉണ്ടാവുള്ളൂ. ട്യൂട്ടറായിട്ട് നിൽക്കുന്ന ഉപകാരം എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ MScക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ട്യൂട്ടറായിട്ട് നിൽക്കാം. അപ്പോൾ ബുക്കുമായിട്ടൊരു കോൺടാക്റ്റ് വരുമ്പോൾ എക്സാമൊക്കെ എഴുതാൻ എളുപ്പമുള്ളൂ, അങ്ങനെ നല്ലതാണ്. അതല്ല നിങ്ങൾക്കിപ്പോൾ ക്ലിനിക്കൽ സൈഡിലേക്കൊക്കെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അബ്രോഡൊക്കെയാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ലാബിൽ കയറുക, ഇല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ കുറേ പേരുണ്ട് ചോദിച്ചു ചേച്ചി പഠിക്കാൻ എളുപ്പമാണോ അല്ലയോ എന്ന്. അതിപ്പോൾ എങ്ങനെയാണ് പറയാൻ ചോദിച്ചാൽ, എളുപ്പം ഒരിക്കലും പറയാൻ പറ്റത്തില്ല, പഠിക്കാനുണ്ട്. ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ അനാട്ടമി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ.
അപ്പോൾ അനാട്ടമി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് ഫുൾ ബോഡി പാർട്സ്, ഓർഗൻസ് അങ്ങനെയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഹാർട്ട്. 10 മാർക്കിനൊരു 5 മാർക്കിനൊരു ക്വസ്റ്റ്യനാണ് ഹാർട്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വാവ് ഹാർട്ടിനെ കുറിച്ച് എന്താ ഇത്ര എഴുതാനുള്ളതെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഹാർട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ എഴുതണം, അതിൻ്റെ വെയിറ്റ് എഴുതണം, അതിൻ്റെ സൈസ് എഴുതണം, അതിൻ്റെ ബോർഡേഴ്സ് എഴുതണം, അതേപോലെ തന്നെ അതിന് എത്ര നമ്മുടെ അറകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ പമ്പിങ് എങ്ങനെയാണ്, സർക്കുലേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഹോൾ കമ്പോണൻസ് നമ്മൾ എഴുതേണ്ടി വരും. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കാണുമ്പോൾ 5 മാർക്കിൻ്റെ ഹാർട്ടിൽ ഇത്ര എഴുതാനുള്ളത് നമ്മൾ വിചാരിക്കും. അതായത് സാധനങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ കുറേ ഉണ്ടാവും, അതാണൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ടഫ് എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മുടെ +2 ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നമുക്ക് ഭയങ്കര ടഫല്ലേ. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതൊക്കെയല്ലേ നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അത്. പക്ഷെ MLTയിൽ നമുക്കങ്ങനെ പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല. എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ടോപ്പിക്കാണ്, പക്ഷെ ടോപ്പിക്ക് കുറേ ഉണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ അത് നമുക്കിങ്ങനെ കൺഫ്യൂഷനായി പോകാനും മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പല കുട്ടികൾക്ക് സപ്ലി കിട്ടുന്നത്. അല്ലാണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കുറേ ഉണ്ട്, അതാണ് മെയിൻ കാര്യം. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് വൈസ് അങ്ങനെ വരുന്നത്. കാരണം ബാക്ടീരിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണെങ്കിൽ ബാക്ടീരിയനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട്, ഒരു 10-80 ബാക്ടീരിയ ഉണ്ട്. അതുപോലെ തന്നെ വൈറോളജി എന്ന് പറയുകയാണെങ്കിൽ കുറേ വൈറസ് പഠിക്കാനുണ്ട്. അതുപോലെ മൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസ്, കുറേ ഫംഗസ്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കാൻ നല്ല രസവും എളുപ്പമൊക്കെ തന്നെയാണ്. നല്ല പ്രോപ്പർ നോട്ടുകളൊക്കെ ഉണ്ടാവും. വൈറസ് ആണെങ്കിൽ ആ വൈറസിൻ്റെ സൈസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ലാബ് ഡയഗ്നോസിസ്, അതായത് നമ്മൾ ലാബിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഓരോന്നിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഒരു 19 എണ്ണം ഒരേപോലെ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്, അതാണ് പറയുന്നത്. ഇപ്പോൾ ടഫാണ് ഈസിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതുപോലെ ഇരിക്കും. അങ്ങനെ പഠിക്കാൻ പറ്റാത്ത അയ്യോ ഇത് എന്താ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊന്നും പറയേണ്ട അത്ര ടഫ്നെസ് ഇല്ലാതെ ഞാൻ പറയുന്നു. കുറേ പോർഷൻസ് ഉണ്ട് പഠിക്കും, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ നേഴ്സിംഗ് ആണോ MLT ആണോ എന്നൊക്കെ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടിൻ്റേതായ പ്രാധാന്യമുണ്ട്. നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ, MLT പഠിച്ചാലും നല്ലത് തന്നെ. എല്ലാം നമ്മുടെ കയ്യിലിരിക്കും, നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ലത്, അത്രയേ ഉള്ളൂ. പിന്നെ അതർ പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. അതർ പാരാമെഡിക്കൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ അറിവില്ല. ഇപ്പോൾ എൻ്റെ കോളേജിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി ഉണ്ട്, ഒപ്റ്റോമെട്രി ഉണ്ട്, മെഡിക്കൽ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ഉണ്ട്, പിന്നെ ഇത്രയാണ് BScയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ എനിക്കറിയാവുന്നതിൽ എല്ലാം നല്ല കോഴ്സുകളാണ്. എൻ്റെ സീനിയേഴ്സിനെ എല്ലാം പഠിച്ചിറങ്ങിയവർക്ക് തന്നെ എല്ലാം ജോലിയുണ്ട്. ഫിസിയോതെറാപ്പിക്ക് ആണെങ്കിൽ തന്നെ 4 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറാം. അപ്പോൾ പാരാമെഡിക്കൽ എന്തെടുത്താലും നമുക്ക് എപ്പോഴും ജോലി ഉറപ്പായിരിക്കും. നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് അടിച്ച് വീട്ടിൽ കുത്തിയിരിക്കേണ്ട വരത്തില്ല, അതൊരു പോയിൻ്റാണ്. പിന്നെ കുറച്ച് പേര് MITനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ MITനൊക്കെ കാട്ടും നല്ലത് MLT ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ MLT ആണ് നല്ലതെന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് അതാ പഠിക്കാൻ താല്പര്യമെങ്കിൽ അറിയാവുന്നവരോടൊക്കെ ചോദിക്കട്ടോ, എനിക്ക് അറിയില്ല. കാരണം കോളേജിലും ആ കോഴ്സില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു കൊള്ളാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. കീർത്തന കൃഷ്ണ K എന്നാണ് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി, ചേച്ചി ഇങ്ങനെ MLTയുടെ ഡൗട്ട് ചോദിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഡൗട്ട് പറഞ്ഞു തരും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം കമൻറ്റിനൊക്കെ റിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും മിസ്സായി പോയി, ഞാൻ പരമാവധി എല്ലാത്തിനും റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊരു വീഡിയോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ MSc എടുക്കാം, പല വഴികളുണ്ട്, നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന വഴികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റെയിൽവേയിലെ എക്സാമുകളുണ്ട് കേട്ടോ. റെയിൽവേയിൽ ലാബ് ടെക്നോളജിസ്റ്റിൻ്റെ എക്സാമുണ്ട്. മിൽമയിലുണ്ട്, മിൽക്കിൻ്റെ കമ്പനികളില്ലേ, മിൽമ പോലത്തെ, അവിടെ ലാബ് ടെക്നോളജിസ്റ്റ് ഉണ്ട്. വാട്ടർ അതോറിറ്റിയിലുണ്ട്. അപ്പോൾ അതെല്ലാം എക്സാമുകളൊന്നും മിസ്സാക്കാണ്ട് എഴുതുക, അതൊക്കെയാണ് നല്ലത്. അതുപോലെ PSC ഒക്കെ കിട്ടിയാൽ പിന്നെ ലൈഫ് സെറ്റിലായി, അത്രയും നല്ലതാണ്.
അപ്പോൾ പക്ഷേ പെട്ടെന്ന് ചാടിക്കറി കിട്ടത്തില്ല. നമ്മളത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ MSc ചെയ്യുകയാണെങ്കിലും സെറ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്താൽ മതി. പിന്നെ 1-2 കുട്ടികൾ എനിക്ക് ചേച്ചി ടഫുള്ള പോർഷൻസ് വീഡിയോ എടുത്തിട്ട് ചെയ്യുമോ ചോദിക്കുന്നുണ്ട്. പല ആൾക്കും പല ഇതായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും പഠിക്കാൻ ടഫ്. അപ്പം വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം. ഭയങ്കര ടഫായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നോക്കാം. ഇനി ഞാൻ MSc പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ഇടാം. ഇൻ കേസ് അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ വേറെ എന്താ പറയുള്ളത്, MLT എടുക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഡൗട്ട് അടിച്ചിരിക്കുന്നവരോട് MLT എടുത്തിട്ട് പെട്ടുപോകുമോ, ജോലിയില്ലേ ചേച്ചി എന്നൊന്ന് ചോദിച്ചിട്ട് ടെൻഷൻ ആവണ്ട. എന്തായാലും ബേസിക്സ് ആയിട്ടുള്ള സാലറി 20,000 ഒക്കെ എന്തായാലും കിട്ടും തുടക്കത്തിൽ. പിന്നെ നമ്മുടെ കഴിവ് പോലെ കുറച്ചുകൂടി കയറി പിടിച്ച് പോവുക, PSC ഒക്കെ എഴുതി ലൈഫൊക്കെ സെറ്റിലാക്കുക. MSc എടുക്കുകയാണെങ്കിൽ കോളേജിൽ ലെക്ചറായിട്ട് കയറാം, ലാബിൻ്റെ ഹെഡായിട്ടിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പം ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.